വെൽക്കം ടു ചെലാന മീഡിയ. ഇന്ന് ലോകം ഫുട്ബോളിന്റെ മിശിക ലയണൽ മെസ്സിയുടെ കിരീടധാരണം ആഘോഷിക്കുമ്പോൾ ഇന്ന് എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന ഗ്രാമത്തിൽ ഇവിടുത്തെ യുവാക്കൾക്ക് സന്തോഷിക്കുവാൻ അവരുടെ കയ്യിലൊരു നിധിയുണ്ട്. ലോകത്തിൻ്റെ ഏത് അർജന്റീനൻ ആരാധകനും ആഗ്രഹിക്കുന്ന ഒരു നിധി. മിശിക ഒപ്പിട്ട് നൽകിയ ഫുട്ബോൾ കൈവച്ച് വെച്ചിരിക്കുന്നവരാണ് ചെല്ലാനത്തെ ഫുട്ബോൾ ആരാധകരമായ യുവാക്കൾ. വെൽക്കം ടു ചെലാന മീഡിയ. ലയണൽ മെസ്സി എന്ന അർജന്റീനയുടെ റൊസാരിയോ എന്ന കൊച്ചു ഗ്രാമത്തിൽ പറഞ്ഞ ഹോർഗെ മെസ്സിയുടെ മകനായി ജനിച്ച ഹോർമോൺ വൈകല്യങ്ങളുള്ള തന്റെ വൈകല്യത്തെ തോപ്പിച്ചുകൊണ്ട് വെറും ഒരു നാപ്കിൻ പേപ്പറിൽ ആദ്യത്തെ കരാർ ഒപ്പിട്ട് സ്പെയിനിലെ FC ബാഴ്സലോണയുടെ ലാമാസിയ എന്ന അക്കാഡമിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഫുട്ബോളിന്റെ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല കളിക്കാരനായി മാറിയ ലയണൽ മെസ്സി നമ്മളെല്ലാവരും കാത്തിരുന്ന 3-4 തവണ കയ്യിൽ നിന്ന് വഴുതിപ്പോയ കിരീടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏതൊരു ഫുട്ബോൾ ആരാധകനും പോലെ ഈ അവസരത്തിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ചൊരു കപ്പാണിത്. 28 വർഷമായിട്ട് അർജന്റീനക്ക് ഒരു കപ്പില്ല. അതില് 5 ഫൈനലുകൾ അർജന്റീന തോറ്റു. അതിൽ 4 മെസ്സി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളും മെസ്സിയുടെ കൂടെ വിഷമിച്ച് ദൈവമേ എന്തെങ്കിലും മെസ്സി പോണതിന് മുമ്പ് ഒരു കപ്പ് കിട്ടണമെന്ന് ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് കിട്ടാനായിട്ട് ഞങ്ങൾ ഫാൻസുകാരെല്ലാവരും കൂടി. അപ്പോൾ ഈ ഒരു കപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനും പറ്റുന്നില്ല. അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, എന്ത് പറയും, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അത്ര സന്തോഷമുണ്ട്. ഓക്കെ, 95-ാം മിനിറ്റില് റഫറി വിസിലൂതുമ്പോൾ അത്യാവശ്യം കയ്യാങ്കളി പോലെ നടന്ന കളി, ധാരാളം മഞ്ഞക്കാടുകൾ കണ്ട കളി. 95-ാം മിനിറ്റില് റഫറി വിസിലൂതുമ്പോൾ ഇപ്പോഴും പലരുടെയും രോമം എഴുന്നേറ്റൊക്കെയാണ്. നിങ്ങൾ പലരുടെയും റഫറി വിസിലൂതിയപ്പോൾ തോന്നിയ വികാരം തന്നെ ഞാൻ പറഞ്ഞു. സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇന്നത്തെ രാവിലത്തെ ആഘോഷ പ്രകടനത്തിൽ സൗണ്ട് നഷ്ടപ്പെടുകയുണ്ടായി. ഇപ്പൊ ചെറിയൊരു സൗണ്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് 28 വർഷത്തോളം നമ്മൾ കാത്തിരുന്ന് നേടിയൊരു കപ്പാണ്. അതിൽ വളരെയധികം സന്തോഷവാന്മാരാണ്. ഇപ്പം ഞങ്ങൾ മാത്രമല്ല, ചെല്ലാനത്തെ അർജന്റീന ആരാധകർ മാത്രമല്ല, ഓൾ കേരള അതുപോലെ അർജന്റീനയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിച്ചതും മെസ്സിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ഫുട്ബോൾ പ്രേമികളും ആഗ്രഹിച്ചൊരു കപ്പാണ് ഇന്ന് സ്വന്തമാക്കിയത്. അതുമാത്രമല്ല, ഒരുപാട് അതിലും കുറച്ചും കൂടി സന്തോഷവാന്മാരിൽ എല്ലാ ട്രോഫിയും ബ്രസീലിൽ നടന്നു. എല്ലാ ട്രോഫികളിൽ നിന്ന് നമുക്ക് ഗോൾഡൻ ബൂട്ട്, ഗോൾഡൻ ഗ്ലൗവ്, ബെസ്റ്റ് പ്ലെയർ എല്ലാ അവാർഡും നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതിലും ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മൾ ചിരവൈരാഗികളാണ് ബ്രസീൽ. തീർച്ചയായിട്ടും അവർക്കെതിരെ അവരുടെ തട്ടകത്തിൽ തന്നെ പോയി ആ കപ്പ് കൊണ്ടുവരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും നാൾ നടന്ന ഈ നഷ്ടപ്പെടലുകൾ ഇതിനു വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കാത്തിരുന്ന് കിട്ടുമ്പോൾ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. മറക്കാനയിൽ മെസ്സിയുടെ കണ്ണുനീര് വീണ മറക്കാനയിൽ, അതേ മറക്കാനയിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന കപ്പെടുത്തിരിക്കുന്നു. ഇന്ന് ഒരു പക്ഷേ ലോകം ഇത് ആഘോഷിക്കുന്ന രാവിലെ ഏറ്റവും കൂടുതൽ മെസ്സിയോടൊപ്പം, റൊസാരിയോടൊപ്പം, ബാഴ്സലോണയോടൊപ്പം ആഘോഷിക്കാൻ ഏറ്റവും അർഹത ചെല്ലാനത്തുകാർ തന്നെയാണ്. കൊറോണ മൂലം, കടലാക്രമണം മൂലം തകർന്നിരിക്കുന്ന നമുക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണിത്. ഇത് ഒരു പക്ഷെ ഈ ലോക്ക്ഡൌൺ ഇല്ലായിരുന്നു, കൊറോണ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേ കുലുക്കി പറിച്ചുള്ള നമ്മുടെ ആഘോഷം. ഞങ്ങള് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാല് ഇപ്പൊ ചെല്ലാനത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇന്നലെയാണ് വന്നത്. അതിനു മുമ്പ് ഈ കപ്പ് കിട്ടിയിരുന്നു വെച്ചെങ്കിൽ ഞങ്ങൾ കൊച്ചി മൊത്തം ഒരു റാലി പോലെ കാണാൻ, പിന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ IM വിജയനൊക്കെ ആയിട്ട് കൂട്ടം കൂടി. IM വിജയൻ വന്നിട്ടുണ്ടായി ബോളിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടതാണ്. പക്ഷേ ദുർഭാഗ്യം. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇങ്ങനെ ആഘോഷിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ ആഘോഷങ്ങൾ ഇപ്പോഴും ഈ അവസരത്തിൽ ലാറ്റിൻ അമേരിക്കയിലോ യൂറോപ്പിലായിരുന്ന തെരുവുകൾ തീർച്ചയായിട്ടും നീലയും വെള്ളയും നിറഞ്ഞ അർജന്റീന ആരാധകരെ കൊണ്ട് നിറഞ്ഞാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ഈ ബോള് ഇവിടെ വന്നതിന്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. FC ബാഴ്സലോണ നടത്തിയ മത്സരത്തിൽ ലോകത്തിലെല്ലാവരും പങ്കെടുത്ത, ഒരുപക്ഷെ അർജന്റീനിയൻ ബാഴ്സലോണ ആരാധകരെല്ലാവരും പങ്കെടുത്ത കട്ടൗട്ട് മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിക്കൊണ്ട് ഇതൊരു അത്ഭുതമാണ്. ചെല്ലാനമെന്ന കൊച്ചു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന, ഫുട്ബോളിന്റെ ഒരുപാട് പ്രൗഢി ഏറുന്ന ചെല്ലാനം ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിധിയാണ്, ഇതൊരു അത്ഭുതമാണ്.
ഏറ്റവും നല്ല കട്ടൗട്ടിനുള്ള ഏറ്റവും ബെസ്റ്റ് കട്ടൗട്ടിനുള്ള അവാർഡ് നേടിക്കൊണ്ടാണ് അന്ന് സാക്ഷാൽ ലയണൽ മെസ്സി ഒപ്പിട്ട. ഇത് ബോൾ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ലയണൽ മെസ്സി, ഈ ബോളിൽ പറഞ്ഞ ലയണൽ മെസ്സി ആണ് സങ്കല്പിക്കുക. ലയണൽ മെസ്സി ഇന്നിവിടെ ഈ നിമിഷം നിന്നിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? പറയാൻ വാക്കുകളില്ല എനിക്ക്. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക. എടുത്തു പൊക്കിയെടുത്താനേ. ഓക്കെ, നമ്മള് ചെല്ലാനത്തേക്ക് വീണ്ടും വരികയാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ ബോൾ സമ്മാനിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ IM വിജയൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്പോർട്സ് അക്കാഡമി നമ്മുടെയൊക്കെ സ്വപ്നമാണ്. ചെല്ലാനം എന്ന് പറഞ്ഞ ഗ്രാമത്തിന്റെ സ്വപ്നമാണ്. ഇവിടെ നിന്ന് കളിക്കാർ പലയിടത്തും പോയി പല കപ്പുകൾ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ വന്ന ടൂർണമെന്റിൽ വിദേശികൾ ഉൾപ്പെടെ ഘാനയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഉൾപ്പെടെയുള്ള കളിക്കാര് എതിർ കടന്നുകൊണ്ട് അവരെ മറികടന്നുകൊണ്ട് കപ്പടിച്ച ടീമാണ് ചെല്ലാനത്തെ ടീം. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ ഗ്രൗണ്ടിന്റെ ശോചനാവസ്ഥയ്ക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്, എങ്ങനെയായിരിക്കണം നമ്മുടെ ചെല്ലാൻ? ഇവിടെ ഇനി വളർന്നു വരുന്ന ഫുട്ബോൾ ഇനിയും ചെല്ലാനത്തിൽ നിന്ന് മിശികമാരുണ്ടാകും. എന്താണ് ഇനി ചെല്ലാനത്തിന് വേണ്ടത്? ആദ്യം തന്നെ പറയാനുള്ള, ചെല്ലാനത്ത് ഒരുപാട് പ്രതിഭാശാലികളായ കളിക്കാരുണ്ട്. എല്ലാ പിള്ളേരും അത്യാവശ്യം വളർന്ന പിള്ളേരുണ്ട്. പക്ഷെ ഇവർക്ക് കളിക്കാനായിട്ട് കളിസ്ഥലമില്ല. ഈ ചെറിയ പറമ്പ്, തെങ്ങും കാടൊക്കെ പിടിച്ചിരിക്കുന്ന പറമ്പിലാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണം. പിന്നെ നമുക്കൊരു പറമ്പുണ്ട്, നമ്മുടെ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ ഗ്രൗണ്ട്. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ പറയാനാണെങ്കിൽ കടൽ കയറുമ്പോൾ എല്ലാ വെള്ളവും കൂടി ഗ്രൗണ്ടിൽ വന്നു. ഞങ്ങൾ കുറേ കൂട്ടുകാർ കൂടി അവിടെ മണ്ണൊക്കെ അടിച്ച്, എന്നിട്ടും കാര്യമില്ല. ഒരു ഇത്തിരി കടൽ പൊങ്ങുമ്പോൾ തന്നെ അവിടെ നിറച്ച് വെള്ളം തന്നെയാണ്. ആർക്കും കളിക്കാനായിട്ട് സൗകര്യമില്ല. നമുക്ക് കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് ഒക്കെ കിട്ടിയാലല്ലേ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഭാവിയിലൊക്കെ നല്ലൊരു പ്ലെയേഴ്സ് ഒക്കെ ആകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ അലനാണെങ്കിലും മേജു ആണെങ്കിലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇംഗ്ലണ്ടിൽ പോയി കളിച്ച് ജർമ്മനിയായിട്ട് ഫൈനലിൽ അലൻ ഗോൾ അടിച്ച് നമ്മൾ കപ്പടിച്ചിട്ട് വന്നവരാണ്. അപ്പൊ ഇനിയും അങ്ങനത്തെ പ്രതിഭാശാലികളായ ഒരുപാട് പ്ലെയേഴ്സ് ഇവിടെ വരാനുണ്ട്. അപ്പൊ എന്തെങ്കിലും കടലിയേറ്റത്തിന് ഒരു തടയിട്ടാണ്ട് ഗ്രൗണ്ടിന്റെ ശോധനയാവസ്ഥ നിൽക്കില്ല. സ്കോട്ട്ലൻഡിൽ നടന്ന ഡ്രാഗൺ കപ്പില് ജർമ്മനിയെ തോൽപ്പിച്ചു. ഇതേ അർജന്റീന വേൾഡ് കപ്പിലെ ലയണൽ മെസ്സി അടങ്ങുന്ന സംഘം അർജന്റീന ജർമ്മനിയോട് തോറ്റപ്പോ ആ ജർമ്മനിയെ പകരം വീട്ടുന്നത് പോലെ ചെല്ലാനത്തിന്റെ ചുണക്കുട്ടികൾ ഗോളടിച്ച് തോൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം അങ്ങ് ചെല്ലാനത്തെ പ്രതിഭകൾക്ക് വളരാനായിട്ട് ഇവിടെ ഗ്രൗണ്ടുകൾ അത്യാവശ്യമാണ്. കടലാക്രമണമാണ് അടുത്ത മെയിൻ വിഷയം. ഒരു കടൽ കയറി കഴിഞ്ഞാൽ കളിക്കാൻ ഗ്രൗണ്ടില്ലാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും മെസ്സിക്ക് വേണ്ടി പകരം ചോദിക്കാനായിട്ട് മെസ്സിയുടെ പടയാളികൾ ഇനിയും ചെല്ലാനത്തുണ്ടാകണം. അവർക്ക് വേണ്ടത് ഒരു ഗ്രൗണ്ടാണ്. തീർച്ചയായിട്ടും അധികാരികൾ ഇതിന് നേരെ കണ്ണടയ്ക്കില്ല എന്ന് വിശ്വസിച്ചുകൊള്ളു. ഈ ആഘോഷ രാവിലെ ചെല്ലാനം കുഞ്ഞു റൊസാരിയോ എന്നറിയപ്പെടുന്ന മെസ്സിയുടെ ജന്മദേശമായ റൊസാരിയോ എന്നറിയപ്പെടുന്ന കുഞ്ഞു ദേശം ചെല്ലാനം ഇന്ന് റൊസാരിയോ എന്ന പേരിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുകയാണ്. ചെല്ലാനത്ത് നിന്നും ഈ ബോളിന്റെ ഈ കാണുന്ന ലയണൽ മെസ്സി, തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ലയണൽ മെസ്സിയുടെ പ്രസൻസ് തന്നെയാണ്. ഇത് ലയണൽ മെസ്സി എന്നാണ്. ഇത് ഞങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവാണ്. ഈ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ആഘോഷത്തിൽ ചെല്ലാനക്കാരെല്ലാവരോടൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ്. വാമോസ് അർജന്റീന, വാമോസ് അർജന്റീന. അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സിയുടെ കിരീടധാരണത്തിന്റെ ആഘോഷങ്ങളുടെ ഉറക്കമില്ലാത്ത രാവുകൾ ചെല്ലാനത്ത് ആരംഭിക്കുകയായി. ചെല്ലാനം മെസ്സി ഫാൻസിന്, അർജന്റീന ഫാൻസിന്റെ നേതൃത്വത്തിൽ ഇവിടെ കേക്ക് കട്ട് ചെയ്യും. തുടർന്ന് അവര് ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.